ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. നമ്മളിന്ന് കോഴിക്കോടിൽ നിന്നും ചേച്ചിക്കുണ്ടായ കൃഷ്ണാനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭക്തിയും കൂട്ടരും ചേർന്ന് ഗുരുവായൂരിലേക്ക് നാലമ്പല ദർശനത്തിന് എത്തുകയാണ്. ആദ്യം എത്തുന്നത് ഗുരുവായൂരാണ്. അങ്ങനെ ഗുരുവായൂരിൽ വെച്ച് ചേച്ചിക്കും കൂട്ടർക്കും ഉണ്ടായ കൃഷ്ണാനുഭവത്തെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഭക്തിയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാവുന്നതാണ്. വലിയൊരു അനുഭവം എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ വർക്കേഴ്സ് എല്ലാവരും കൂടി നാലമ്പല ചുറ്റാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഗുരുവായൂരാണ് എത്തിയത്. ഗുരുവായൂരെത്തി അവിടുന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ നട അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 10:30 അവിടെ എത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് നട അടച്ചിട്ടില്ല, അടയ്ക്കാനില്ല. അവസാനത്തെ ശീവേലീൻ്റെ സമയത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഉള്ളിൽ കയറി ഭഗവാനെ തൊഴുത് അങ്ങനെ പുറത്തേക്ക് വന്ന്. ആ ശീവേലിൻ്റെ സമയമാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ശീവേലി കണ്ട് നിൽക്കുക. അപ്പോൾ കുറച്ചാളുകൾ പ്രസാദമൊന്നും കിട്ടിയില്ലല്ലോ നമുക്ക് തന്നെ അവിടെ പോയൊക്കെ നോക്കി. അപ്പോൾ അവിടെ അടച്ചിട്ടുണ്ട്. 10-10:30 പ്രസാദമൊന്നും കൊടുക്കൂലല്ലോ, ചന്ദനമൊന്നും കൊടുക്കില്ല. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പോകണം. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുക. കുറേ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശിവേലി കണ്ട് നിൽക്കുക. എല്ലാവരും ഹരേ രാമ നാമം ജപിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ കൂടെ 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് കണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു ഉണ്ട ചന്ദനം കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇത് ഇവിടുന്ന് ചന്ദനം എന്ന് വെച്ചപ്പോൾ അത് ആ കുട്ടീൻ്റെ കയ്യിൽ ഒരാൾ കൊണ്ടു കൊടുത്താണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എല്ലാവരും തൊടുന്നുണ്ട്. അപ്പോൾ എനിക്കും തന്നു, ഞാനും തൊട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചന്ദനം കിട്ടിയില്ല, സമാധാനമായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത് കണ്ട് ശിവേലി 2ാമത് ചുറ്റൽ ചുറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് മറ്റേ കുട്ടീൻ്റെ കയ്യിൽ ഒരു പിടി അവിൽ കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഉള്ള അത്ര തന്നെ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇതുപോലെ എല്ലാവരും അവിൽ. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി? ഇത് വേറെ ഒരു പ്രായമുള്ള ഒരാൾ കൊണ്ടുവന്നിട്ട് മോൻ്റെ കൈ കൊടുത്താണ്. അപ്പോൾ ആ 10:30 സമയത്ത് അങ്ങനെ ഒരു പ്രസാദം അവിടെ ഭഗവാനല്ലാതെ വേറെ ആരും കൊണ്ട് കൊടുക്കില്ല. പ്രസാദ കൗണ്ടറുകളൊക്കെ അടച്ച്, എല്ലാം അടച്ച സമയം. അതാണ് ഭഗവാനപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, നമ്മളിൽ തന്നെ ഉണ്ട് എന്നാണ് അതാണ് മനസ്സിലാക്കി. ഭക്തയും കൂട്ടരും ചേർന്ന് നാലമ്പല ദർശനത്തിന് പോവുകയാണ്. ആദ്യം എത്തുന്നത് ഗുരുവായൂരാണ്. പക്ഷേ 10:30 കഴിഞ്ഞിരുന്നു രാത്രി. അപ്പോഴേക്കും നട അടയ്ക്കുമെന്നാണ് കേട്ടത്. എന്നാൽ അവർക്ക് ഭാഗ്യം കൊണ്ട് തൊടാൻ സാധിച്ചു. പക്ഷേ പ്രസാദമൊന്നും ലഭിച്ചില്ല. സങ്കടത്തിലിരിക്കുന്ന ഭക്തരെ ഭഗവാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ ആദ്യം എന്ത് ചെയ്യാണ്, ഒരു കളഭത്തിൻ്റെ ഉണ്ട കൊണ്ടു കൊടുക്കുകയാണ്. ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം അവിലും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭക്തർക്കെല്ലാം കഴിക്കാൻ പാകത്തിനത്രയും അവിലാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കരുതൽ നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഭക്തരോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ എത്രമാത്രം വലുതാണെന്ന് നോക്കൂ. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. ഭക്തരെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാണ്. എത്രയോ അനുഭവങ്ങൾ അതിന് സാക്ഷ്യമാണ്. ഭഗവാനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, ഒരിക്കലും കൈവിടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, ആനന്ദം എന്താണെന്ന് നിങ്ങൾ അനുഭവിക്കും. ഭഗവാന്റെ ഭക്തരായവരൊക്കെ തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാവും. കഴിയുമെങ്കിൽ 16 ജപമാല ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കൂ. കലിയുഗത്തിലെ മഹാമന്ത്രമാണ് ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ചൊല്ലാൻ കഴിയുന്നവർ അത് ചൊല്ലുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ അറിയിക്കണേ. തീർച്ചയായിട്ടും എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെ ആവശ്യമാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.